അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, നമ്മൾ ഇതിനു മുമ്പായിട്ട് മറ്റൊരു വ്യക്തിയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മതം വിട്ടവന്റെ തള്ളുകൾ എന്നുള്ള പേരിൽ. ഇപ്പൊ ദാ രണ്ടാമത് വേറൊരു വ്യക്തി നമുക്ക് അവിചാരിതമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തിയെ കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നേരത്തേനേക്കാൾ രസകരമാകും എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ. നമുക്ക് ജുനൈദ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. കാരണം മറ്റേതിനേക്കാൾ കൂടുതൽ സാധനം ഇതിനകത്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു തീവ്രവാദ മനോഭാവമുള്ള വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഇത് കേട്ടപ്പോ. നമുക്ക് ഒരു കാര്യം പറയാം. ജസ്റ്റ് ഫസ്റ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ഞാൻ അതിലേക്ക് കടക്കാം. ഓക്കെ, എന്തിനു വിട്ടു എന്നാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ ജനിച്ചിട്ട് 30 വർഷമായി. അപ്പൊ ജനിച്ച സമയത്ത് എന്റെ ഉമ്മ എന്നെ പറ്റി പറയാറുള്ളത് സിസേറിയൻ ആയിരുന്നു. അപ്പൊ പറയാറുണ്ടായിരുന്നത് ഗർഭപാത്രത്തിൽ നിന്നൊക്കെ പുറത്ത് വരുന്നുണ്ടായിരുന്നില്ല കുട്ടി എന്നാണ് പറയാറുണ്ടായിരുന്നത്. അപ്പൊ ജനിച്ച പാടെ ഞാനൊരു റിലക്റ്റന്റ് ആയിട്ടുള്ള ഒരു ജീവിയായിരുന്നു തോന്നുന്നത്. അപ്പൊ ഈ ലോകത്തോടേക്ക് വരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സ്റ്റാൻഡ് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തള്ളിന്റെ ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവൻ പറഞ്ഞിട്ട കാര്യം എന്താണ്, ഇവന് ചെറുപ്പത്തില് ഇവനെ ഉമ്മ ഇവനെ പ്രസവിക്കുന്ന സമയത്ത് സിസേറിയനായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇവന് ഉമ്മാന്റെ വയറ്റിന്ന് പുറത്തു വരാൻ, ഇവന് ഗർഭപാത്രത്തിൽ പുറത്തോട്ട് വരാൻ ശ്രമിക്കുമ്പോ ഇവൻ വരുന്നില്ല. ഇവൻ അങ്ങനെ ഒരു അത്തരത്തിലുള്ള സ്വഭാവമുള്ള മനുഷ്യനെന്ന് വരും. അപ്പൊ വിമുഖത കൊണ്ടായിരിക്കാം. അതെ, ദുര്യാവോട് വിമുഖത പോലെ അവൻ പറയുന്ന അങ്ങനെയാണ്. അവന് അങ്ങനെ വിമുഖത കാണിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അവന് പുറത്തോട്ട് വരാൻ അവന് തയ്യാറാകുന്നില്ല. അപ്പൊ അവൻ ആ ഒരു സ്വഭാവമുള്ള രീതി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സ്വയം പൊക്കിയിട്ട് ഒരു ഒന്നൊന്നര തള്ള്. ഈ തള്ള്, ഇതിനേക്കാൾ മികച്ച തള്ള് ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചില ആളുകളെ കണ്ടിട്ടില്ല, ഹാലൂസിനേഷൻ ഒക്കെ ബാധിച്ചിട്ടുള്ള. നമ്മൾ തന്നെ ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ ജീവിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെയാണ്, ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന വിമൽ കുമാർ ആണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥ ആവാം. പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോക്ക് പോവല്ലേ. എന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ചെറിയ ചെയ്തിട്ട് അത് എങ്ങനെയാണ് എന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡിലോട്ട് എത്തിച്ചത് എന്നുള്ള രീതിയിലോട്ട് പറഞ്ഞു വെക്കാം. അതേ നടക്കും. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കാൻ പോവാണ്. ഫസ്റ്റ് ഇവൻ വീട് തുടങ്ങിയ സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു, നേരത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്നല്ലോ, അതിൽ പറയുന്ന കാര്യമാണ് അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ പോലും ശ്രമിക്കാത്ത, അതിന് പോലും സന്നദ്ധത കാണിക്കാത്ത, എന്തോ ഒരു എന്താ എല്ലാത്തിനോടും എതിരഭിപ്രായമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ സ്വയം പൊക്കി പറഞ്ഞിട്ട് ഒരു വലിയൊരു തള്ള്, അങ്ങനെ ഒരു തള്ളോട് കൂടിയാണ് പുള്ളിക്കര സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ചെറിയ പിക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. ചെറിയ പിക്കിംഗ് എന്ന് പറഞ്ഞ ഫാന്റസി, അതായത് ആളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ആൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പെറുക്കി കൊണ്ടുവരിക, കോണ്ടെക്സ്റ്റ് ഒന്നും നോക്കാതെ ആൾക്ക് വേണ്ടത് മാത്രം പെറുക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു ചെറിയ പിക്കിംഗ് കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് നിങ്ങൾ കേട്ടല്ലോ. ആള് ഫാലസി ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കമ്മിറ്റിയാണ്. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെറിപ്പിക്ക് എടുത്തിട്ട് അതിനെ വെച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കുക, എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പറയാൻ പോകുന്നത്. നമുക്ക് ബാക്കിയുള്ളത് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അല്ല, ഒന്നുകൂടെ പറയാണ്ട്. ഇപ്പൊ ഇവനെതിരെ പറയുന്ന വേറൊരു കാര്യം, ഈ സ്റ്റാൻഡിലേക്ക് ഞാൻ എത്താൻ കാരണമായി തീർന്ന കാര്യങ്ങൾ ചെറിയ പിക്ക് ചെയ്ത് എടുത്ത് പറയുകയാണെന്ന് പറഞ്ഞ്. ഏത് സ്റ്റാൻഡ്? ആ സ്റ്റാൻഡ് ഒന്ന് ഫോത് പ്ലേ ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുകയാണ്, അപ്പൊ അങ്ങനെയാണ് ഈ ഖുറാനും കത്തിക്കേണ്ടതല്ലേ? ഖുറാനും ഹദീസും എടുത്ത് കത്തിക്കേണ്ടതല്ലേ? അപ്പൊ ആ ഒരു റിയലൈസേഷനിൽ എത്തുകയാണ് ഞാൻ. ഈ വെറുപ്പാണ്. അപ്പൊ ഇത് കത്തിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതെ, പറഞ്ഞു തന്നെയാണ്. ആണ് ഇയാളുടെ ഉള്ളിലുള്ളതല്ലേ. ഇതാണ് സ്റ്റാൻഡ്. അതായത് പുള്ളിക്കാരന്റെ ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ ആളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ചെറിപ്പിക്ക് ചെയ്ത് എടുത്ത് കൊണ്ടുവരും, കോൺടാക്ട് നോക്കാതെ. അത് ആൾക്ക് ഇഷ്ടമുള്ള പോലെ അദ്ദേഹം കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, അതൊരു കഥയാക്കി കൊണ്ടുവരും. ഇനി ആളെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ആളെ സ്റ്റാൻഡ് എന്തായിരുന്നു? എതിനേക്കാൾ എത്തിപ്പെട്ട സ്റ്റാൻഡ് എന്താ? എത്തിപ്പെട്ടത് ഖുർആൻ കത്തിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ്. അതായത് ഒരു വെറുപ്പിന്റെ സ്റ്റാൻഡ്, തീവ്രവാദത്തിന്റെ സ്റ്റാൻഡ്, വർഗീയതയുടെ സ്റ്റാൻഡ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് നിന്നിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും അല്ലെങ്കിൽ ഏത് മതവിശ്വാസികളൊക്കെ ഒരേപോലെ സഹവർത്തിത്തോടു കൂടി ജീവിച്ചു പോകുന്ന ബഹുസ്വരതയുടെ രാജ്യത്തിനകത്തിരുന്നിട്ട് മുസ്ലിങ്ങളുടെ ഒരു ഗ്രന്ഥം അവർ വിശ്വസിക്കുന്ന, അവരെ കൊണ്ടു നടക്കുന്ന, അവരുടെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന ഒരു ഗ്രന്ഥം
അത് കത്തിക്കണമെന്നും അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുമ്പോൾ ആ മുസ്ലിങ്ങളോട് എത്രത്തോളം വിദ്വേഷവും അവർ എത്രത്തോളം ദേഷ്യമുണ്ട്, അവർ എത്രത്തോളം വെറുക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഒരു വർഗീയതയുടെ ഒരു തീവ്രവാദത്തിന്റെ സ്റ്റാൻഡിലേക്ക് എത്തിയ കഥയാണ് പുള്ളിക്കാരൻ പറയാൻ പോകുന്നത്. ഓക്കെ, അത് പറയുന്നത്. കാരണം ഈ ഞാൻ പലപ്പോഴും നമ്മൾ ലിറ്ററേച്ചേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ ഈ യുക്തിവാദികളുടെയും ഈ പറയുന്ന ലിബറൽ വാദികളുടെ ഒക്കെ ഈ വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവരെത്രത്തോളം വലതുപക്ഷ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ നേർ ഉദാഹരണമാണിത്. എത്രത്തോളം മാനവികതയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോ ഒരു കാര്യത്തിനെതിരായി വർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യല്ല ചെയ്യുക, അത് നശിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കല്ല ചെയ്യുക, അതിനെ ഇല്ലായ്മ ചെയ്യല്ല ചെയ്യുക. മറിച്ച് നമുക്ക് നമ്മുടെ ആശയം പറഞ്ഞ് വിജയിപ്പിക്കാനാണ് നോക്കുക. പക്ഷെ ഇവരുടെ ആശയത്തെ പറഞ്ഞ് വിജയിപ്പിക്കുന്നതിന് പകരം ഇവർ ചെയ്യുന്നത് ഖുർആൻ ഹദീസോടെ നമുക്കത് കത്തിക്കാം, അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള വിദ്വേഷങ്ങൾ നടത്തുക, അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുക, ഖുർആനിലുള്ള കാര്യങ്ങളും ഹദീസിലുള്ള കാര്യങ്ങളും കൂട്ടിമാട്ടിക്കൊണ്ട് ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അപരൻ എന്ത് ചെയ്യുക, വെറുതെ വിദ്വേഷത്തോടെ കാണുന്ന രീതിയിലേക്ക് ആളുകളെ എത്തിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്നത് വാസ്തവത്തിൽ. അങ്ങനെയല്ലേ? അതെ അതെ, ഈ അവസ്ഥയിലേക്ക് എത്തി, ഈ തീവ്രവാദ ആശയത്തിലേക്ക് എത്തിപ്പെട്ട കഥ എന്താണെന്നാണ് ഒരു സഹോദരൻ പറയാൻ പോകുന്നത്. ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന, കേരളത്തില് മുസ്ലിങ്ങളുടെ കൂടെ, ഹിന്ദുക്കളുടെ കൂടെ, ക്രിസ്ത്യൻസിന്റെ കൂടെ ഒക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ഒരുമിച്ചിരുന്ന് കളിക്കുകയും ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ ലെവലിലേക്ക് മുസ്ലിങ്ങളുടെ ഖുർആൻ കത്തിക്കണം, അവൻ തന്നെ പറയുന്നുണ്ട്, ആ ഒരു വിദ്വേഷം, ആ ഒരു വർഗീയത, ആ ഒരു തീവ്രവാദം, അതിലേക്ക് എത്തുന്ന കഥയാണ് പറയാൻ പോകുന്നത്. ഒന്നാമതേ തള്ളോടുകൂടി തുടങ്ങിയിട്ടുള്ളത്, വൻ തള്ള്. ആ തള്ള് അത്രത്തോളം വലിയ തള്ള് ജാലിയം കണാൻ പോലും പറഞ്ഞിട്ടില്ല. ജാലിയം കണാൻ പോലും ഉമ്മാര് തള്ളു പറഞ്ഞിട്ടില്ല. ഉമ്മാന്റെ വയറിന്റെ ഗർഭപാത്രത്തെ പുറത്തിറങ്ങാൻ തയ്യാറാവാതെ അവസാനം സിസേറിയൻ ചെയ്യേണ്ടി വന്നു അവന്. അങ്ങനെയാണ് തള്ള്. ഈ ചെറി പിക്കിംഗ് ഫാലസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ തള്ളുകൾക്ക് അപ്പുറമായിട്ട്. കാരണം ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള വംശീയത പറയുന്ന അല്ലെങ്കിൽ വർഗീയത ഇതയും വിദ്വേഷവും ഉൾക്കൊള്ളിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു പൊതു സ്വഭാവമാണ് അവരെന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങളെ മാത്രം എടുത്ത് അത് ചൂണ്ടിക്കാണിച്ച് ഇതാണ് ഇവരുടെ ഒക്കെ സ്വഭാവം, അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ പൊതു സംസാരം എന്നുള്ള രീതിയിലേക്ക് ആക്കുക, ആ രീതിയിലേക്ക് സമൂഹത്തെ മാറ്റിയെടുക്കുക, ആ രീതിയിലേക്ക് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമുക്ക് മുൻ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലുള്ള എല്ലാ വംശീയമായിട്ടുള്ള ഈ പറയുന്ന പരാമർശങ്ങളും കാണാൻ പറ്റും. അപ്പോ നമ്മൾക്ക് ജർമ്മനിയൊക്കെ ഉദാഹരണമാക്കി എടുത്തു കഴിഞ്ഞാൽ, ജർമ്മനിയില് യഹൂദർക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ സംസാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓരോ കാര്യങ്ങൾ ചെറിയ പിക്ക് ചെയ്തെടുത്തിട്ട് അതിനെ കുറിച്ച് പറയാന്നുള്ളതാണ്. ഇത് തന്നെ ഈ ചെറിയ പിക്കിംഗ് ഫാലസി തന്നെ തെറ്റാണ്. അപ്പോ അത് മാത്രമല്ല, ഈ വ്യക്തി എന്ന് പറയുന്ന അത്രമേൽ വിദ്വേഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ സമാധാനത്തോടെ സഹവർത്തിത്വത്തോടെ പോകുന്ന ഒരു സമുദായമായിട്ടുള്ള മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം ഇവിടെ പബ്ലിക്കായിട്ട് കത്തിക്കണം എന്നുള്ള രീതിയിലുള്ള വർത്താനം പബ്ലിക്കായിട്ട് ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇയാൾ എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതിലേക്ക് പോവാം അല്ലെ? അതെ അതെ അതെ, ആ കഥ ആളെന്നെ പറയുന്നുണ്ട്, കേൾക്കാം. കാന്തപുരത്തിന് സ്കൂൾ ആയതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരം മദ്രസയാണ്. സ്കൂളിൽ തന്നെ മദ്രസ പോകാത്ത സ്കൂളിൽ മദ്രസ ഉണ്ട്. രാവിലെ വൈകുന്നേരം മദ്രസ 1 മണിക്കൂർ, രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ. അത് കൂടാതെ വേറൊരു ക്ലാസ്സും കൂടി എല്ലാ ദിവസവും IR സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ 5ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്നത് ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാളായിരുന്നു. തലേ തൊപ്പിയൊക്കെ ഇട്ട് വലിയ താടിക്ക് വെച്ച് അസല് മൊല്ലാക്കായിരുന്നു. അധികമൊന്നും പഠിപ്പിക്കൊന്നുമില്ല. അപ്പൊ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളെ കൊണ്ട് ഇത് വായിപ്പിച്ചിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ഈ പാഠത്തിനെ പറ്റി ചോദ്യം ചോദിക്കും. എന്നിട്ട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാത്തവരെ അടിക്കും, അപഹാസ്യപ്പെടുത്തും, ആക്ഷേപിക്കും. എന്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ലുബിന എന്നായിരുന്നു പേര്. കുട്ടി പഠിക്കാൻ കുറച്ച് അത്രയ്ക്ക് അങ്ങോട്ട് കഴിവില്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പൊ നമ്മളൊക്കെ പേടിച്ചിട്ട് പഠിച്ചു വരുമ്പോ ഈ കുട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കുട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് ഈ കുട്ടി എല്ലാ ദിവസവും എണീറ്റ് നിൽക്കും. എന്നിട്ട് ഇയാള് ഈ മോലിയാർ വന്നിട്ട് അടിക്കും, കയ്യിലടിക്കും. അപ്പൊ ആദ്യം കയ്യിലടിയായിരുന്നു, പിന്നെ അടി തുടക്ക് താഴെയായി, പിന്നെ തുടക്ക് താഴെയുള്ള അടി മേലോട്ട് ആകാൻ തുടങ്ങി. എന്നിട്ട് അതിനൊപ്പം തന്നെ അങ്ങേയറ്റുള്ള ആക്ഷേപങ്ങളും, വ്യക്തിഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ വ്യക്തി. എന്നിട്ട് 10 വയസ്സായ കുട്ടികളടുത്താണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് അപ്പൊ പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഈ കുട്ടി ഇടക്കിടക്ക് എണീറ്റ് വെക്കും. അതായത് ഉത്തരം പറയാൻ പറ്റാഞ്ഞിട്ട്. ഒരു ദിവസം ഇത് വല്ലാണ്ട് അങ്ങ് കൂടി. കൈമലടിച്ചു, തൊടയമലടിച്ചു, പുറത്തടിച്ചു, അതിനൊപ്പം തന്നെ അവഹേളനവും, അങ്ങേയറ്റത്തെ കളിയാക്കലും പരിഹാസം. ആ കാര്യങ്ങൾ ഇവിടെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിവിടെ പറയാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കൂടി നീണ്ടുപോകും ചെയ്യും. ഈ അടി കൊണ്ടതിന് ശേഷം ഇയാൾ പരിഹസിക്കും. ഈ പരിഹാസം കേട്ടിട്ട് ബാക്കിയുള്ള കുട്ടികൾ ചിരിക്കും. ആദ്യമൊക്കെ ഞാൻ ചിരിക്കാറുണ്ടായിരുന്നു. ആ ഒരൊറ്റ ദിവസം ഈ കുട്ടി അടിച്ചു കഴിഞ്ഞതിന് ശേഷം അടിയുടെ ഒപ്പം പരിഹാസം കൂടി ആയപ്പോ ആ കുട്ടിയുടെ മുഖം ചുവന്നിട്ട് ആ കുട്ടീന്റെ കണ്ണീർ ഒലിക്കാൻ തുടങ്ങി. ആ കണ്ണീർ ഒലിച്ച് കണ്ടപ്പോ എന്റെ മനസ്സിൽ ഭയങ്കര വേദന ഉണ്ടായി. അതായത് അത്രയും കാലം
എന്താ പറയാ എന്നൊരു ഈ കുട്ടിക്ക് വേദനിക്കുമ്പോൾ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ എന്തോ പിന്നെ അന്ന് ആ കരച്ചിൽ കണ്ടപ്പോ അതെന്റെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ചു കുലുക്കി. എന്റെ ചിരി നിന്നു, വേറെയുള്ള പല കുട്ടികളുടെയും ചിരി നിന്നു. അതെന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒരു കാര്യം. പിന്നീട് അപ്പൊ ഈ ഉസ്താദിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ, പിന്നെ എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എനിക്ക് അറിയില്ല, കാരണം എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു സംഭവം എനിക്ക് അത്ര ട്രോമാറ്റിക് ആയതുകൊണ്ട് ഇത് മനസ്സിനെ പിടിച്ചൊരു സംഭവം ആയതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ഇയാൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് ആ സ്കൂളിൽ, ഇപ്പോഴും ഈ ഇങ്ങനത്തെ ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. സ്കൂൾ അധികൃതർ ഒരു സാധനവും ഒരു രീതിയിലുള്ള പണിഷ്മെന്റ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇത് സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഏത് എക്സ് മുസ്ലിം ആയാലും ശരി, ഏത് ഏത്തിയസ്റ്റ് ആണെങ്കിലും ശരി, ഇങ്ങനെ മുസ്ലിം വിദ്വേഷികളായിട്ടുള്ള ആളുകളൊക്കെ ഒരു കഥ അങ്ങനെ കഥ പറയും. ഒരു കഥ പറയാ എന്നുള്ളവരുടെ മെയിൻ ജോബ് കേട്ടോ, ഒരു ജോലി ഇവരുടെ കഥ പറയാന്നുള്ളതാണ്. അപ്പം ഇമോഷണൽ ആയിട്ടാണ് ഇവർ കാര്യത്തിന് അഡ്രസ് ചെയ്യുക. കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു സങ്കടം വരുന്നൊരു സ്റ്റോറി അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ കുറച്ച് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും ശരി, അവൻ അതിനകത്ത് താലിബാനെ കുറിച്ച് അൽ കൊയ്ദയെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കി, ഒരു കഥ പറഞ്ഞിരുന്നു. ഐസിസിനെ ഉസ്താദ് അത് പോണ വഴിക്ക് ഉസ്താദ് പെട്ടെന്ന് തിരിഞ്ഞിട്ട് അതങ്ങനെ പറ്റൂല, അവര് കൊന്നോട്ടെ, കൊല്ലപ്പെടേണ്ടവരല്ലേ അവർ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഞെട്ടിപ്പോയി ആ ഒരു കഥ. അതേപോലെ തന്നെ കളിമണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പനിച്ച് വിറച്ച് കിടന്ന ഒരു കഥ ഓർമ്മല്ലേ? ഇത്തരം കഥകൾ ഇമോഷണൽ ആയിട്ടുള്ള കുറെ കഥകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ സാധാരണ ചെയ്യാറുള്ളത്. അല്ലാതെ ലോജിക്കലായിട്ട് എന്തുകൊണ്ട് ഞാൻ മതം വിട്ടു, കൃത്യമായിട്ടൊരു കാരണം, ഇന്ന റീസൺസ് അതിനകത്തുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇനി ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം, ഇവിടെ ഇവര് തുടക്കം പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. തുടക്കത്തിൽ ഇവര് കൊണ്ടുവന്നത് ഒരു ഉസ്താദ്, ഒരു ഇബ്രാഹിം എന്ന് പേരുള്ള ഇബ്രാഹിം ആളെ പേര് പറഞ്ഞു തോന്നുന്നു അല്ലെ പോലെ, ആളെ പേര് ഇബ്രാഹിം എന്ന് പറഞ്ഞു തോന്നുന്നു. അപ്പം തലക്കെട്ടൊക്കെയുള്ള വെള്ള വസ്ത്രം ധരിച്ച്, അപ്പൊ നമ്മളെ മനസ്സിലേക്ക് എന്തൊരു ക്യാരക്ടർ ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്താണ്? വെള്ള വസ്ത്രം ധരിച്ച, തലയെക്കെട്ടുള്ള. അപ്പൊ നമ്മളെ മനസ്സിൽ വന്ന് തൊപ്പിയുള്ള ഓക്കെ, തൊപ്പിയുള്ള. അപ്പൊ നമ്മുടെ മനസ്സിൽ വന്ന ഒരു ഇസ്ലാമിക പണ്ഡിറ്റ്. താടി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ? ശരിയാണ്. അപ്പൊ നമുക്ക് തോന്നുന്നത്, കേൾക്കുന്ന ആൾക്കാർ തോന്നും ഒരു ഇസ്ലാമിക വിഷയങ്ങളെല്ലാം അവഗാഹമുള്ള പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തി, താടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തി ചെയ്യുന്ന കാര്യം, ഇനി അവൻ എന്ത് ചെയ്തു? ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തു. ഇനി അവൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം, അവന്റെ ക്ലാസ്സിൽ ലുബിന എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടിയെ ഇദ്ദേഹം ശക്തമായിട്ട് അടിക്കുമായിരുന്നു. ഇനി ഇവൻ അടുത്ത കാര്യം പറയാൻ പോകുന്ന, അടിച്ചു എന്ന് മാത്രമല്ല, അത് കാലിൽ തുടങ്ങി തൊടയിലേക്ക് പോയി മേലോട്ട് പോയി എന്ന് അവൻ സെക്ഷുവലൈസ് ചെയ്തു. ആ ഒരു അടി, ഒരു മർദ്ദനത്തെ, മനസ്സിലായോ? നൈസായിട്ട് അത് സെക്ഷുവലൈസ് ചെയ്തു. എന്തിനാ വെച്ചാൽ കേൾക്കുന്ന ആൾക്കാർക്ക്, എടാ എനിക്ക് പറയാനുള്ളത്, നിനക്ക് വല്ല മറ്റേ യൂട്യൂബിൽ കുറെ ചാനൽ ഉണ്ടല്ലേ, നടി അവള് ചെയ്യുന്നത് കണ്ടോ, രാത്രി 12 മണിക്ക് നടി ചെയ്യുന്നത് കണ്ടോ, ഇമാതിരി പരിപാടിക്ക് പോയിക്കൂടെ? അത് എഴുതാൻ പോയിക്കൂടെ? അതിന് സ്ക്രിപ്റ്റ് എഴുതാൻ പോയിക്കൂടെ? ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് അതാണ് സെക്ഷുവലൈസ് ചെയ്തു, ആ സ്റ്റോറി കൊണ്ടുപോയി. എന്നിട്ട് ഇവനിത് മർദ്ദിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, കഷ്ടപ്പെടുത്തുന്നു. അവന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സങ്കടം വന്നു എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി. ഇവിടെ എവിടെയും അവൻ ആ സ്ഥാപനത്തിന്റെ പേര് പറയാൻ തയ്യാറായിട്ടില്ല. ഇതേ സാധനം പല സ്ഥലങ്ങളിലും പലപ്പോഴും എമുക്ക് പറയാറുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് കഥ പറയും. സ്ഥാപനത്തിന് പേരുണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കായിക്കോട്ടെ പീഡന വീരന്മാരെ കോടതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൂവിട്ട് പൂജിക്കുന്ന സ്വഭാവം നമ്മുടെ സമുദായത്തിന് എന്തായാലും ഇല്ല. അൽഹംദുലില്ലാ, അതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരാളുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അവരെ മുസ്ലിം സമുദായം അതില് എങ്ങനെയാണ് നിലപാടുകൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് മുൻകാലഘട്ടത്തില് എന്തുള്ളതാണ് എല്ലാവർക്കും അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും എന്ത് ചെയ്യൂല, കോടതിയിൽ നിന്ന് വെറുതെ വിടുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടിയിട്ട് സമുദായം തന്നെ അപ്പീൽ ചെയ്യേ, എന്നിട്ട് അവരെങ്ങാനും രക്ഷപ്പെട്ടു വന്ന അവർക്ക് പൂമാല കൊടുത്ത് സ്വീകരിക്കുക ചെയ്യുക. ഈ സമുദായത്തിന് എന്തായാലും ആ രീതിയിലുള്ള ഒരു ഇതില്ല, ഒരു രീതിയില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ പറയുന്നതിൽ തന്നെ അടിസ്ഥാനമല്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അതിനോട് നീതി പുലർത്തുന്നു. ഇങ്ങനെ ഒരു കാര്യം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ആളുടെ ഐഡന്റിറ്റി ഇങ്ങനെയാണ്, അത് ഇയാൾ ഇവിടെയാണ് പഠിപ്പിക്കുന്നത്, ഈ സ്ഥാപനത്തിലാണ്, അത് ഈ ദേശത്താണ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി ജനങ്ങൾക്ക് അറിയും. അപ്പൊ എന്താവും? ഒരു ക്രൈം കാണുകയും ആ ക്രൈം ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസിലേക്ക് ക്രൈം അറിയിക്കാതിരിക്കുകയും ചെയ്യുന്നത്
അത് സത്യത്തിൽ തെണ്ടിത്തരാണ്. അങ്ങനെ അതെ. ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു ക്രൈം നേരിട്ട് കണ്ട ആളാണ്. ഉം. ആ വ്യക്തി ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നുണ്ട്. ആ ഉം. വ്യക്തി ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആളെ പിന്നെ പുറത്താക്കിയിട്ടില്ല. ഇതില് ഏറ്റവും വലിയ സംഭവം എന്താ അറിയോ? ഇതൊന്നും അല്ല. ഇനി അയാൾ ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇതിനെ കണക്ട് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ടൈം ഇത് കണക്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇസ്ലാമിലേക്കാണ്. ഇസ്ലാമിലേക്കാണ്. അപ്പൊ അതെ. ഇസ്ലാമും ഇതും തമ്മിൽ എന്ത് ബന്ധം? നമ്മള് അത് വലിയൊരു ചോദ്യാണ്. ഈ ചങ്ങായി ഉസ്താദല്ല ഒന്നാമത്. ഒരു ടീച്ചറാണ്. അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഒരു സ്കൂൾ അധ്യാപകനാണ്. അപ്പൊ ഈ അധ്യാപകനും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം? ഒന്നാമത് ആള് ചെയ്തിട്ടുള്ള വ്യക്തി അധിക്ഷേപം ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് അങ്ങേയറ്റം വില കൊടുക്കുന്ന മതമാണ് ദീനുൽ ഇസ്ലാം. അല്ലെ? ആ ദീനുൽ ഇസ്ലാമിലെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമികമല്ല. ഇസ്ലാമികമല്ലാത്ത ക്വാളിറ്റി മുസ്ലിങ്ങളിൽ ഇഷ്ടം ഇപ്പൊ കള്ളു കുടിക്കുന്നവർ മുസ്ലിങ്ങളായിട്ടുണ്ട്. അല്ലെ? വ്യഭിചരിക്കുന്നവർ മുസ്ലിങ്ങളായിട്ടുണ്ട്. പക്ഷെ അത് ഇസ്ലാമല്ലല്ലോ. ഇപ്പോ ലഹരി കച്ചവടം ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇസ്ലാമിൻ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് ഇസ്ലാമല്ല. ഇസ്ലാം വേറെയാണ്, മുസ്ലിങ്ങൾ വേറെയാണ്. അപ്പൊ മുസ്ലിങ്ങളെ കണ്ടിട്ടാണ് ആൾ ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഇസ്ലാമിന്റെ ക്വാളിറ്റികളുള്ള മുസ്ലിങ്ങളെ കണ്ടിട്ടാണ് വിലയിരുത്തേണ്ടത്. ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടല്ല. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക, ജനങ്ങൾക്കിടയിൽ അവരെ കുറിച്ചിട്ട് വ്യക്തിഹത്യ നടത്തുക, എന്നിട്ട് അവരെ അടിക്കുക, അകാരണമായിട്ട് അടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഇസ്ലാമിക ക്വാളിറ്റികളിൽ കുറവുണ്ട്. പിന്നെ അടി എന്ന് പറയുന്ന ഒരു വിഷയം ഇനി ചിലപ്പോ അടിച്ചിട്ടുണ്ടെന്ന് തന്നെ വിചാരിച്ചു, ശകാരിച്ചിട്ട് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അത് വേറൊരു രീതിയിൽ കാണേണ്ട കാര്യമാണ്. അതെ, അത് മാത്രല്ല വേറൊരു കാര്യം കൂടി കേട്ടോ ഇതില് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ക്രൈം നടന്നതായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവര് സ്ഥിരം ഇതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കാതെ, നിങ്ങളൊക്കെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പോ. നിങ്ങൾക്ക് ഇപ്പൊ അതിനുള്ള ആംബിയർ ഇല്ല മക്കളെ. നിങ്ങൾ ഇസ്ലാം മതം വിട്ടുപോയില്ലേ? അപ്പൊ നിങ്ങൾ ഫ്രീ അല്ലേ? നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലേ? നിങ്ങളിപ്പോ കേസ് കൊടുക്ക്. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കാതെ എന്തോ ഒരു ഡയലോഗ് അടിയാണ്. കുറേ സംഘം അതെ ഞാൻ പഠിച്ചിട്ടുള്ള കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. നവോത്ഥാനം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അല്ലെ? ഇതിനു മുമ്പുണ്ടായ പഠിച്ചവർക്ക് അറിയില്ലേ ആവും. അതെ, യൂട്യൂബിൽ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടും ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടും ഒരു സംഘടന രൂപീകരിച്ചിട്ടും ഇപ്പോഴും ചാനലിന്റെ യൂട്യൂബിന് മുമ്പിൽ വന്നിട്ട് ലുബിന എന്ന പെൺകുട്ടിയെ അകാരമായി അടിച്ചുകൊണ്ടിരുന്നു, എന്റെ നെഞ്ചത്ത് സങ്കടം വന്നു. എടാ പോയി കേസ് കൊടുക്കണോ? പിന്നെ ഇപ്പോഴും പോയി പറഞ്ഞുകൊണ്ടിരിക്കുക. പോയി കേസ് കൊടുക്ക്. പിന്നെ വേറൊരു കാര്യം ഇതില് ഈ വ്യക്തി ഇനി നിങ്ങൾ പറയുന്ന പോലെ ഈ വ്യക്തി ഇസ്ലാം മതം ഫസ്റ്റ് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തല്ലോ. തൊപ്പിയുള്ള താടിയുള്ള ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരാള്, അയാളെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ പുള്ളിക്കാരന് ഇസ്ലാം എന്ന് പറയുന്ന ആശയം എത്രത്തോളം അയാളുടെ മനസ്സിനകത്ത്, ഇത് റിയൽ സ്റ്റോറി ആണെങ്കിൽ ഇനി പോട്ടെ, ഏത് സിറ്റുവേഷനിലും ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്യാന്ന് വിചാരിച്ചു, അയാളുടെ മനസ്സിൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയം എത്ര പെർസെന്റേജ് കടന്നിട്ടുണ്ട്, എത്രത്തോളം ആള് മുസ്ലിം ആണ് എന്ന് അളക്കാനുള്ള എന്തെങ്കിലും ഒരു ടൂള് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണോ? ഉണ്ടോ? ഒരാളെ മനസ്സടക്കാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ഇപ്പൊ ഇവനെ പോലെയുള്ള ആളുകള് ഇപ്പൊ ഒരു വലിയ അറിയപ്പെടുന്ന യുക്തിവാദിയുടെ ഭാര്യയാണ്, യുക്തിവാദിയായിട്ടുള്ള ഭാര്യയാണ്. നമുക്ക് അറിവ് കിട്ടിയതിനനുസരിച്ച് അവർ യുക്തിവാദിയായിട്ടുള്ള ഭാര്യയാണ് ഒരു ദീനീ സ്ഥാപനത്തിൽ അറബി പഠിപ്പിക്കുന്നത്. ഇപ്പോഴും അവരവിടുന്ന് ശമ്പളം പറ്റുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവര് മുസ്ലിം ഇപ്പൊ അടുത്ത് ജർമ്മനിയിൽ എന്തൊരു സ്ഫോടനം നടത്തിയത് ഒരു എക്സ് മുസ്ലിം ആയിരുന്നു, ഒരു യുക്തിവാദിയായിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള ആളായിരുന്നു. പക്ഷെ അതിന്റെ പഴി ഏറ്റവും പ്രൈമറി ആയിട്ട് കിട്ടിയത് ഇസ്ലാമിനാണ്. അവര് അങ്ങേയറ്റത്തെ വംശീയവാദിയും വർഗീയവാദിയായിട്ടുള്ള ആളാണ്. ട്വിറ്ററിലും അതേപോലെ തന്നെ അവിടെ പൊതുപരിപാടികളിലൊക്കെ ചെയ്യുന്ന ആളാണ്. ആളത് ചെയ്തിട്ടുള്ളത് തന്നെ ഇസ്ലാമിന് മുസ്ലിങ്ങൾക്കെതിരെ. അതിന്റെ പഴി മേടിക്കുന്ന അവസ്ഥ നമുക്കാണ്. അപ്പൊ അങ്ങനെയാവാൻ സാധ്യതകളുണ്ട്. അതിന്റെ സാധ്യതകൾ നമ്മൾ കാണണം. അത് കൃത്യമാണ്. നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് ആളെ ചേർക്കണമെങ്കിൽ ഒരു ക്രൈം ചെയ്തൊരു വ്യക്തിയെ പണ്ട് രവിചന്ദ്രൻ ചെയ്ത പോലെ പട്ടിനെ വലിച്ചു വെച്ച് കൊണ്ടുപോയി അത് മുസ്ലിം ആയതുകൊണ്ടാണ് ആളെ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണെന്ന് പറയണമെങ്കിൽ അയാളുടെ ശരീരത്തിൽ ആ സോഫ്റ്റ്വെയർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ഡെവലപ്പ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. ഓക്കെ, അടുത്തേക്ക് പുരുഷൻ ആണ് സ്ത്രീന്റെ ഉടമസ്ഥൻ. സ്ത്രീ കഴിവില്ലാത്തവളാണ്. സ്ത്രീയെ ശകാരിക്കാനൊക്കെ ഉള്ള കഴിവ്, അടിക്കാനുള്ള കഴിവ് പുരുഷനുണ്ടെന്ന് പറയുകയും എന്നിട്ട് കാഫിൽ ഗുഹാവാസികൾ
അതായത് അതിൽ 80-81 സൂക്തങ്ങൾ. അതിൽ പറയുന്നത് മൂസാ നബിയുടെ മോസസിന്റെ കാലഘട്ടത്തിൽ ഒരു അഡ്വൈസറിനെ വിട്ടിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരന് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അതിൽ രണ്ടാമതായിട്ട് ഇയാൾ ചെയ്തത് ഒരു കുഞ്ഞിനെ കൊന്നു കളയാണ്. അപ്പൊ മൂസാ നബി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ കൊന്നത്. എന്നിട്ട് അതിന് അവസാനം ഇയാൾ ഉത്തരം പറയുന്നത് എന്താണെന്ന് പറയും, കാഫിൽ പറയുന്നത്. അതായത് ഈ കുട്ടി പാരന്റ്സ് വിശ്വാസികളാണ്, പാരന്റ്സ് സത്യവിശ്വാസികളാണ്, അവരോട് ഈ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കേണ്ട ദൈവത്തിനെ പറ്റിയൊക്കെ. അപ്പോൾ ദൈവത്തിനെ പറ്റി ചോദിക്കുന്നതുകൊണ്ട് ഈ കുട്ടി ചീത്ത വഴിയിലൂടെയാണ്, അങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഈ കുട്ടി ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് ഈ കുട്ടി വഴി പിഴച്ച ആളാണ്. എന്നിട്ട് ഞാൻ ഈ കുട്ടിയെ കൊന്നത് ഈ കുട്ടിക്ക് പകരം വേറൊരു നല്ല കുട്ടിയെ, ചോദ്യം ചോദിക്കാത്ത, പിന്നെ പറഞ്ഞതൊക്കെ അതേപടി കേൾക്കുന്ന ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുട്ടിയെ കൊന്നത് എന്നാണ് ഖുറാനിൽ പറയുന്ന കാര്യം. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെ തന്നെ സ്വഹീഹായ ഹദീസ് വേറെ ഉണ്ട് ബുഖാരിയുടെ മുസ്ലിമിന്റെ. അതായത് 7 വയസ്സോട്ട് കുട്ടീനെ നിസ്കരിക്കാൻ ശകാരിച്ചു കൊടുക്കണം. 15 വയസ്സായിട്ടും കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, മതധ്യാപനങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയെ അടിച്ച് പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് പോത്തിനെ പോലെ അടിക്കുന്നതാണെങ്കിൽ ശരി. ഈ ടോക്സിക് മാസ്കുലിനിറ്റി, ഈ റിലീജിയസ് ഓർത്തഡോക്സിൽ നിന്നുണ്ടായി വന്നുള്ള ടോക്സിക് മാസ്കുലിനിറ്റി കാരണമാണ് ലുബിനെ അടിച്ചതും ലുബിനെ അടിയൊക്കെ ഏറ്റുവാങ്ങിയതും ആ ലുബിനെ കരഞ്ഞിട്ട് ഒരു കൂസല്ലാണ്ട് അയാൾ വീണ്ടും അടിച്ചതും അയാൾ ചീത്ത ആളാണെങ്കിൽ കൂടി തന്നെ ആ സ്ക്രൂ അധികൃതർ അതിനെതിരെ ആക്ഷൻ എടുക്കാതിരുന്നതും ഈ കാരണത്താലാണ്. ഇയാൾക്ക് മതത്തിന്റെ സപ്പോർട്ട് ഉണ്ട്. ഈ AP ഞാനും കരുതി ഇവര് എങ്ങോട്ടാ കൊണ്ടുപോകണേ എന്നുള്ളത്. ലുബ്നയിലേക്ക് കൊണ്ടുപോയതില്ലേ, അവസാനം ലുബ്നയിലേക്ക് എത്തിയത്. ഓക്കെ ഓക്കെ. നമ്മള് മറ്റേ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇന്നസെന്റ് ഇങ്ങനെ ലോട്ടറി എടുത്തിട്ടേ നമ്പർ 1, 2 കേട്ടിട്ടുണ്ടെന്ന് അറിയില്ലേ. ഈ സാധനം ഞങ്ങള് കൊറേ കേട്ടിട്ടുണ്ട്. ഈ സാധനം ഇപ്പൊ ഈ പറഞ്ഞ സംഭവം തന്നെ, ഏത് മറ്റേ സ്ത്രീകളെ ഒരു തരത്തിലും പരിഗണന നൽകാതെ സ്ത്രീകളെ അടിമകളാക്കി കൊണ്ടു കിടക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇത് പറഞ്ഞ് നിങ്ങൾക്കെങ്കിലും മടുത്തില്ലേ മക്കളെ, നിങ്ങൾക്കെങ്കിലും മടുത്തില്ലേ? ഒരു തരത്തിലും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഒരു ഇത്തിരി നാണവും മാനവും വേണം ഈ വിഷയത്തില്. പിന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അള്ളാഹുവിന്റെ അടിമയാണ് ഇസ്ലാമിൽ കേട്ടോ. ഇനിയിപ്പോ ഇവനെന്ത് അറിയില്ല. നിങ്ങൾ ഇനി ഇത് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒറ്റ കാര്യം കേട്ടോ, എക്സ് മുസ്ലിം സംഘടനയുടെ മീറ്റിങ്ങിലൊക്കെ മദ്യപിച്ചിട്ട് ഇവന്മാരെ കൂടെ ഉള്ളവന്മാര് ഒരു പെണ്ണ് മൂത്രമൊഴിക്കാൻ ബാത്റൂമിലേക്ക് പോയപ്പോ പുറത്തിറങ്ങി നിന്ന് ആ പെൺകുട്ടിനെ മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കാതെ പ്രയാസപ്പെടുത്തിയത് നമ്മൾ ആരുമല്ല പറഞ്ഞിട്ടുള്ളത്, ആ സംഘടനയിൽ പ്രവർത്തിച്ച ആൾക്കാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പെൺപിള്ളേരെ അറ്റ്ലീസ്റ്റ് മൂത്രമൊഴിക്കാനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അനുവദിക്കുക. എന്നിട്ട് നമ്മളോട് ഇങ്ങോട്ട് വന്ന് വർത്തനം പറയാൻ പറയാം. ഇനി അടുത്തതായിട്ട് സൂറത്ത് കഹഫിന്റെ കാര്യം. സൂറത്ത് കഹഫില് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു അഡ്വൈസറെ കൊടുത്തുത്രേ. എവിടുന്നാണ് ഇവൻ അഡ്വൈസർ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത അഡ്വൈസറാണ് ഇത്രേ. അത് ചരിത്രമേ അറിയില്ല. ഇല്ല, ചരിത്രം അറിയില്ല, ആ കോണ്ടെക്സ്റ്റ് എന്താന്ന് അറിയില്ല. അതെ അറിയില്ല, അഡ്വൈസർ അത്രേ. ഓക്കെ പോട്ടെ, എന്തിനായിക്കോട്ടെ. ചിലപ്പോ വരെ ഇംഗ്ലീഷ് വേർഡ് അവൻ യൂസ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കാം, നമുക്കറിയില്ല. എന്നിട്ട് അവൻ അടുത്ത് പറയുന്നത് ആ ഒരു ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ചരിത്രം ഒരു യുണീക്ക് സംഭവമാണ്. ഇസ്ലാമില് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറി കൂടിയാണിത്, അല്ലെ ഫുആദെ? അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന ആൾക്കാരെല്ലാം സൂറത്ത് കഹഫിലെ ഈ ഒരു വിഷയം, ഇതിന്റെ എക്സ്പ്ലനേഷൻ, ഈ സ്റ്റോറി ഞങ്ങൾ വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിലും താഴെ പിൻ ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു തഫ്സീർ, സുഹൃത്തുക്കൾ തഫ്സീർ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചരിത്രം കേൾക്കാത്തവരായിട്ട് മുസ്ലിങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. കാരണം ചിലപ്പോ ഖുതുബകളിലും അല്ലാതെയുള്ള പ്രസംഗങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു ചരിത്രമാണത്. അതെ, അതായത് നമ്മളിത് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്, മറച്ചുള്ള ടോപ്പിക് പോലും അല്ല ഇത്. അത് സൂറത്ത് കഹഫിൽ തഫ്സീർ ഞങ്ങൾ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ താഴെ പിൻ ചെയ്ത് കൊടുക്കാം. ഞങ്ങളത് പിൻ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പൊ നിങ്ങളത് കേൾക്കുക. മനോഹരമായിട്ടുള്ള സ്റ്റോറി. സൂറത്ത് കഹഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റോറികൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള ഒരു ബന്ധം, മനോഹരമായ ബന്ധമുള്ളത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇതൊരു യുണീക്ക് ആയിട്ടൊരു സ്റ്റോറിയാണിത്. ഈ യുണീക്കായ സ്റ്റോറിയിൽ നടക്കുന്നൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിയെ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വധിക്കുന്ന ഒരു വിഷയം. അപ്പോ ഇതിൽ ഇവൻ പറയുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഇവൻ കൊണ്ടുവരുന്നത് എന്തിനാ? ഇസ്ലാമിൽ ഇത് കോമൺ ആണെന്ന് അറിയിക്കാനാണ്, അല്ല ഫുആദെ? ഇസ്ലാമില് കുട്ടികളെ വധിക്കുന്നത് കോമൺ ആണ് എന്ന് അറിയിക്കാനാണ് കൊണ്ടുവരുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഈ വധിച്ചതിനെതിരെ സംസാരിച്ചത് ആരറിയോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ. നിങ്ങൾ മനസ്സിലാക്കണം ഈ വിഷയം. നിങ്ങൾ ചരിത്രം നോക്കി മനസ്സിലാവും. ആ ഒരു സ്റ്റോറിക്കകത്ത് കൃത്യം കാണിക്കുന്നത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രവൃത്തി ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് കയർത്ത് സംസാരിച്ചത്, അദ്ദേഹത്തോട് തിരിച്ച് സംസാരിച്ചത്. അദ്ദേഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പിന്നീട് ആ വിഷയം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ എക്സ്പ്ലനേഷൻ എവിടെയും എന്ത് പറഞ്ഞിട്ടില്ല, കുട്ടി ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടിയാണ്, ഇസ്ലാമിനെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതെന്ത് സംഭവം അറിയോ? തെറ്റിദ്ധാരണയാണ്.
ഉം. അവിടെ ഖദറാണ് മുന്നോട്ട് വെക്കുന്ന സംഭവം കുട്ടിയുടെ. അല്ലാതെ അത് തന്നെ ഒരു തെറ്റിദ്ധാരണ. കാരണം എന്താ വെച്ചാൽ തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം ഇവര് ചോദ്യം ചെയ്യിക്കുന്ന ആൾക്കാരാണ് യുക്തിവാദികൾ എന്നുള്ള എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന, മാതാപിതാക്കളോട് ചോദ്യം ചോദിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുന്ന, സംശയം പ്രകടിപ്പിക്കുന്ന, ഏറ്റവും റീസണിങ് കപ്പാസിറ്റി കുറഞ്ഞ ആൾക്കാർ യുക്തിവാദികളാണ്. യുക്തിവാദികളാണെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരാണ്. കാരണം യുക്തിവാദി എന്നുള്ള പേരിന് അവർ അർഹരല്ല. കാരണം അവര് ആകെ കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് മതം വിടുക ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാനോ റീസൺ ചെയ്യാനോ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനോ അവർക്ക് പറ്റുന്നില്ല. കാരണം ചോദ്യങ്ങൾ ഉൾക്കൊള്ളാനോ ഉത്തരങ്ങൾ പഠിക്കാനോ ഉള്ള ഇതില്ല അവർക്ക്. അതുകൊണ്ടാണ് അവര് മതം വിടുന്നത്. അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഇവരെ അതാണ് ഇവരെ അതിലേക്കാണ് ചേർക്കുന്നത്. ഇപ്പൊ ഇവന്റെ ബ്രെയിന് പോകുന്ന റൂട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങള്. ഇത് എവിടെ തുടങ്ങിയത് അറിയോ? ഉമ്മാന്റെ ഗർഭപാത്രത്തില് ഒരു വാശിയോടുകൂടി സിസേറിയൻ ആക്കേണ്ട അവസ്ഥ വന്നു. പുറത്തോട്ടിറങ്ങാൻ തയ്യാറാവാത്ത ആ ഒരു കുട്ടി, ആ ഒരു ചെറിയ ശിശു, അത് ഇങ്ങനെ വന്ന് ലുബാന്റെ സ്റ്റോറി വഴി എത്തി ഇപ്പൊ എവിടെ എത്തിയ ലുബാനെ തല്ലാനുള്ള കാരണം എന്തായി? ആ ബാലനെ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വധിച്ച ഒരു സ്റ്റോറിയുമായിട്ട് കൂട്ടിച്ചേർത്തു, യുണീക് സ്റ്റോറിയുമായി കൂട്ടിച്ചേർത്തു. അവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെതിരെ പറയുന്ന കാര്യമൊന്നും അവൻ എടുത്തിട്ടില്ല. ഇതൊരു കോമൺ സംഭവമായിരുന്നെങ്കിൽ, കോമൺ സെൻസ് ഉള്ളവർ ചിന്തിക്കുക, ഇതൊരു കോമൺ സംഭവമായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ കുട്ടികളെ കൊല്ലാം അല്ലെങ്കിൽ വധിക്കാം എന്നുള്ള പ്രശ്നം ഇല്ല എങ്കിൽ അവിടെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ആ ഒരു പ്രവാചകന് വരാൻ പോകുന്നില്ല. ആ ഒരു വിഷയം നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളൂ, നിങ്ങൾ ഈ വിഷയം കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് സെൽഫ് കൗണ്ടർ ശരിക്ക് അവർക്ക്. ഖുറാനിൽ ഒറ്റ പേജില്ല ഈ മുസ്ലിം കാഫിർ ബൈനറി പറയാത്ത. ഈ ഖുറാൻ ഏറ്റവും അധികം കാണുന്ന തൗബയിലാണ്. പക്ഷെ തൗബ എന്നുള്ള സൂറത്തിൽ 9-ാം അധ്യായത്തിൽ. പക്ഷെ അതിന് മുന്നൊക്കെ തന്നെ ഓരോ പേജിലും ഖുറാൻ പുറത്തോട്ട് കൊണ്ടുവരുന്നത് മുസ്ലിം ഹിന്ദു ബൈനറിയാണ്. ഇവൻ ഖുർആൻ ഓതിയിട്ട് ഖുർആൻ കണ്ടിട്ടുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചേടാ എന്ത് തള്ളാണില്ലേ കേട്ട. ഈ ഖുർആന്റെ അകത്ത് ഒരൊറ്റ പേജില്ല മുസ്ലിം കാഫിർ വിഷയം പറയാത്തതായിട്ട് ഒരൊറ്റ പേജില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്ന വാദം. അത് ഒന്നാമത്തെ ഒരു എന്താ പറയാ അൾട്രാ ബ്ലണ്ടറാണ്. ഖുർആന്റെ കുറെ പേജുകളിൽ അവിശ്വാസികളെ കുറിച്ച് പറയാതെ വെറും വിശ്വാസികളോട് മാത്രമുള്ള ഉപദേശങ്ങൾ കാണാൻ സാധിക്കും. കാഫിർ എന്ന വേർഡ് യൂസ് ചെയ്യാതെ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് മാത്രം സംസാരിക്കുന്ന, ആ ഒരു സ്റ്റോറി പറയുന്ന, ഹിസ്റ്ററി പറയുന്ന പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഇതാണ്. ഞാൻ സുഹൃത്ത് പറഞ്ഞുതരാം. സൂറത്ത് ത്വാഹ ചെല്ലാം, അതില് നോക്കുക കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഹ്ശാ തൻസീല മിമ്മൻ ഹലക്കൽ അർള വസ്സമാവാതിൽ ഉലാ الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى فلما أتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى. ഒരു പേജ് കഴിഞ്ഞോ? ഓക്കെ. ഇതിലെവിടെയാണ് ഈ സൂറത്ത് ത്വാഹയില് ഈ പേജിൽ എവിടെയാണ് കാഫിർ എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്? എവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ഇതിൽ പറയുന്നത് ഇത്ര പേജ് ഇത്ര പേജുകൾ ഇതിലെവിടെ നമുക്ക് എന്ത് കാഫർ എന്നുള്ള വാക്ക് ഇഷ്ടം പോലെ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉദ്ദേശിക്കുന്ന പോലെയല്ല എന്തായാലും. അത് മറ്റൊരു സത്യമാണ്. പക്ഷെ എത്ര പേജുകളുണ്ട് ഖുർആനില്? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഖുർആനിൽ എല്ലാ പേജുകളിലും കാഫർ എന്നുള്ള വാക്കുണ്ട് എന്നാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങേയറ്റത്തെ തെറ്റാണ്, ആരോപണമാണ്. ഇതിന് ആളാണ് തെളിവ് കൊണ്ടുവരുന്നത്. എത്ര പേജുകൾ ഖുർആനിലുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്,
ഹിന്ദുക്കൾ എന്നുള്ള ബൈനറി, അതായത് മുസ്ലിം ഹിന്ദു ബൈനറി മുസ്ലിം ആണ്. ഹിന്ദു ബൈനറിയാണ് ഖുറാനിൽ ഉപയോഗിക്കുന്നത്. ഇത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിന്ദു എന്ന വാക്യം ഉപയോഗിച്ചിട്ടില്ല. മുഷ്രിഖ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മക്ക മുഷ്രിക്കുകൾ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ല മുഷ്രിക്കുകൾ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ബഹുദൈവ വിശ്വാസികളെ കുറിക്കാൻ. എവിടെയാണ് ഹിന്ദു എന്നുള്ള വാക്ക്? അപ്പൊ ഇയാളുടെ ഖുർആനിലെ പരിജ്ഞാനം അത്രയാണ്. കാരണം ഖുർആനില് അത് വേറെ കാരണം കൂടിയിട്ട് പോതെ. സംഭവം എന്താ അറിയോ, ഇത് ഇവന്റെ ഈ ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ റൈറ്റ് എക്സ്ട്രീമിസ്റ്റുകളായ ആൾക്കാരാ. നിങ്ങൾക്ക് മനസ്സിലായോ? അത്തരം ആളുകളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് അവരെ പറയുന്നത് അവരെ ഒരു ഹൈന്ദവ സമുദായത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരാ. ഓക്കെ, നമ്മൾ എത്രത്തോളം അത് അവകാശത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ല നമ്മൾ പറയുന്നില്ല, എന്തായാലും അങ്ങനെ അവകാശപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റുകളെ റൈറ്റ് വിങ്ങേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരെ മനസ്സിലേക്ക് വിഷം കുത്തിയിടാൻ വേണ്ടി. അല്ലെങ്കിൽ അതും പോട്ടെ സാധാരണക്കാരനായിട്ട് ഒരു ഹൈന്ദവ വിശ്വാസി, ഓക്കെ, അദ്ദേഹമാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിഷം ഇല്ലെങ്കിലും അയാൾ ചിന്തിക്കാൻ എന്താ അറിയോ, ഈ ഖുർആനില് മുസ്ലിം ഹിന്ദു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം അതാണ് ഖുർആന്. അല്ലെ, അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആളെ മനസ്സിലേക്ക് എന്ത് വന്നു? ഒരു വിഷം ആളെ മനസ്സിലേക്ക് വന്നു. അല്ല പോതെ, ആ ചെറിയ വിഷം മതി, ഒരു ചെറിയ ഒരു തീപ്പൊരി മതി നാളെ വലിയൊരു. തീർച്ചയായിട്ടും ഇസ്ലാമില് 3 വിഭാഗം ആളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ല, ഖുർആനില് 3 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് മുസ്ലിമീങ്ങളാണ്, പിന്നെ ഒന്ന് അവിശ്വാസികളാണ്, അതാണ് കാഫിർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് മുനാഫിക്കുകളാണ്, കപട വിശ്വാസികൾ, വിശ്വാസം നടിച്ച് ഉള്ളിൽ മറ്റൊന്ന് കൊണ്ട് നടക്കുന്ന കപട വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ. ഈ 3 വിഭാഗം ആൾക്കാരെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഏത് അവസ്ഥ, ഏത് പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഈ രീതിയിൽ തന്നെയാണ് സംസാരിക്കുക. അത് ഏത് പ്രത്യയശാസ്ത്രം സംസാരിക്കുകയാണെങ്കിലും ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, ആ പ്രത്യയശാസ്ത്രത്തിന് പുറത്തുള്ള ആൾക്കാർ എന്നുള്ള 2 കാറ്റഗറി വരും, ബൈനറി വരും. അതൊരിക്കലും ഇല്ലാതാവില്ല, അല്ലേ? കമ്മ്യൂണിറ്റികൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകളെ കുറിച്ച് പറയണം, കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവവിശ്വാസികളെ കുറിച്ച് പറയണം. ഇവര് പറയുന്നത് അങ്ങനെയല്ലേ? ഇപ്പൊ പറയുന്നത് നമ്മൾ ബൈനറി അല്ല, ഇവിടെ നമ്മൾ ടെർഷ്യറി വന്നു. രണ്ടാമത് 3 എണ്ണട്ടെ, നമുക്ക് 3 ഉണ്ട്, അൽഹംദുലില്ലാ. ഈ ബൈനറി വാദം പൊളിഞ്ഞു. പിന്നെ ഇവൻ പറയാണ് ഇതില് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തായാലും ഇസ്ലാം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്ലാം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള വയലൻസിന് വേണ്ടിയിട്ടല്ല. നമ്മൾ വാളുകൊണ്ടാണ് വന്നതെന്ന് ഖുർആനിലില്ല. അത് വേറെ പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ വന്നത് സമാധാനം കൊണ്ടല്ല വാളുകൊണ്ടാണെന്ന്. പക്ഷെ ഖുർആനിൽ എന്തായാലും അപ്പോ ഖുർആൻ ഇവിടെ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണ്? അത് ഇവിടെ അള്ളാഹുവിന് മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? എല്ലാ മനുഷ്യന്മാരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മറ്റൊരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്, അല്ലെ? നസ്രാനികളുണ്ട്, യഹൂദരുണ്ട്, അതേപോലെ തന്നെ മജൂസികളുണ്ട്, ബിംബാരാധകരായിട്ടുള്ള മുഷ്രിക്കുകളുണ്ട്. ഇവരൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ടി വരും, അല്ലെ? ഒരു കമ്മ്യൂണിസ്റ്റ് കാരന് ക്യാപിറ്റലിസ്റ്റിനെയും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളെയും മറ്റുള്ള ഇസം സംസാരിക്കുന്ന ആൾക്കാരെ അഭിസംബോധന ചെയ്യുമ്പോൾ ക്യാപിറ്റലിസ്റ്റുകളെ എന്ന് അഭിസംബോധന ചെയ്തിട്ട് തന്നെ പറയേണ്ടി വരും, അല്ലെ? കാഫിറൂൻ, അല്ലെ? കാഫിറുകളോട് പറയുക, അവിശ്വാസികളോട് പറയുക, ഇങ്ങനെ പറയേണ്ടി വരും, അല്ലെ? അത് അതിന്റെ നിർബന്ധമാണ്. അതേപോലെ തന്നെ അവരുമായിട്ടുള്ള മുആമലാത്തുകൾ, കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടി വരും, അല്ലെ? ഒരു സോഷ്യലിസ്റ്റിന് അത് സംസാരിക്കേണ്ടി വരും, ഒരു കമ്മ്യൂണിസ്റ്റിന് അത് സംസാരിക്കേണ്ടി വരും, തീർച്ചയായിട്ടും ഒരു മുസ്ലിമിനും അത് സംസാരിക്കേണ്ടി വരും. കാരണം നമ്മളൊരു പ്രത്യേക വിശ്വാസ സംഹിതയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇതിനെ ഏതെല്ലാം രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, തീവ്രവൽക്കരിക്കാൻ പറ്റുമോ, ആ രീതിയിലൊക്കെ തീവ്രവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനെ എങ്ങനെ അതിനെ കോർണർ ചെയ്യാം, അതിനെ ഒരു ഗീബൽസിയൻ തന്ത്രം ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്, ഇത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്, ഇവിടെ ഒരു ബൈനറി ആണുള്ളത്, അപ്പൊ ഇവര് ഒരു അപരനെ കാണുന്നത് അങ്ങനെയായിട്ടാണ്, ആ ലെവലിലുള്ള സംസാരങ്ങൾ കൊണ്ടുവരുന്നത് വഴി ഇവരുദ്ദേശിക്കുന്നത് എന്താ? ഇവൻ ആദ്യം പറഞ്ഞ തീവ്രവാദമാണ് ഖുർആൻ കത്തിക്കുക, അല്ലെങ്കിൽ ഹദീസുകൾ കത്തിക്കുക. ഇത് തുടക്കം മാത്രമാണ്. കാരണം ഇതിന്റെ ഈ പറഞ്ഞ വലതുപക്ഷ ഈ പ്രത്യയശാസ്ത്രങ്ങളുടെ അവസാനം എന്താന്ന് നമ്മൾ പല
തവണ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ഏറ്റവും ഉദാഹരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗീബൽസിന്റെ ഒക്കെ കാര്യം. കാരണം ഗീബൽസ് റഷ്യയിലേക്ക്, നിങ്ങൾക്ക് ഒരു ചരിത്രം അറിയോ? റഷ്യയിലേക്ക് ഗീബൽസിനെ സംബന്ധിച്ചിടത്തോളം ഗീബൽസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ജർമ്മനി യുദ്ധം ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, ക്രൈസ്തവതയ്ക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ ബോൾഷെവിക്കുകൾക്കെതിരായിട്ടുള്ള കുരിശ് യുദ്ധത്തിന് എന്താ ഞാൻ പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റഷ്യയിലേക്ക് എന്ത് ചെയ്തിരുന്നത്, ജർമ്മൻ പട്ടാളത്തെ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ രീതിയിലേക്ക് ആളുകളെ എന്ത് ചെയ്യുക, മനോഭാവം മാറ്റി 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 ഒരു എക്സ്ട്രീം ആക്കി ചിന്തിപ്പിക്കുക, അവരെ ആ രീതിയിലേക്ക് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ടാണല്ലോ ഇവരെന്ത് ചെയ്യുന്നത്, ഒരു രീതിയിലും ഹിന്ദു എന്ന് പറയുന്ന വാക്കില്ല, പക്ഷെ ഇവർക്കറിയാം വലതുപക്ഷ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ് ഇവരെ കാണുന്നതെന്ന്. നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നില്ല, RSSകാരായിട്ടുള്ള ആളുകളായിരിക്കും ഇവരെ കാണുന്നത് ഇവരുടെ. അപ്പൊ അവർക്കുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക സുഖം കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവർ കൂടുതൽ കൂടുതൽ വിദ്വേഷം പ്രചരിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് എപ്പോഴും നിരന്തരമായിട്ട് വിദ്വേഷം കണ്ടിട്ടാണ് ആളുകളുടെ മെന്റാലിറ്റി മാറുക. ഒരു ഈ എന്ത് ഇപ്പോ ചില നമ്മുടെ കമന്റ് ബോക്സുകളിൽ ഇവർക്ക് എന്താ അറബി ഉള്ളൂ, ഭാഷയോട് വരെ എന്താണ് വിമുഖതയാണ്. മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് പ്രശ്നം, വസ്ത്രത്തിന് പ്രശ്നം, മുസ്ലിമീങ്ങളുടെ തൊപ്പിക്ക് പ്രശ്നം, മുസ്ലിമീങ്ങളുടെ എല്ലാത്തിനും, മുസ്ലിമീങ്ങൾ തൊടുന്ന എല്ലാത്തിനും പ്രശ്നം, ഭക്ഷണത്തിന് പ്രശ്നം. ഇങ്ങനെ എന്ത് ചെയ്യുക, പാർശ്വവൽക്കരിക്കപ്പെടുത്തി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത്, അല്ലെ? അതാണ് ഇവരുടെ ഉദ്ദേശം. അല്ലാതെ ഇവരുടെ ഉദ്ദേശം എന്തല്ല, യുക്തിവാദം പ്രസംഗിക്കല്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ദൈവം ഇല്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് പറയേണ്ടത്, അല്ലെ? അല്ലാതെ ഒരു മതത്തെ മാത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതും ഓൾറെഡി രാഷ്ട്രീയപരമായി പ്രയാസങ്ങളുള്ള ഒരു പ്രത്യയ ശാസ്ത്രത്തെ ഇങ്ങനെ എന്ത് ചെയ്യല്ല, അധിക്ഷേപിക്കല്ല ചെയ്യേണ്ടത്, അല്ലെ? അതിൽ ഇവര് ചെയ്യുന്ന തിയറി ഇതാണ്. എന്തായാലും ഞാൻ അറിയിക്കണം, എന്താ അറിയോ, ഒരു മനുഷ്യനെ എങ്ങനെയാണ് മാക്സിമം ഒരു സമുദായത്തിനെ ഒരു വർഗീയതയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയിടാനുള്ള ഒരു റൂട്ട്, ആ റൂട്ട് ആലോചിച്ചു. ഇവനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവന് വീഡിയോ ചെയ്യുന്നത്. ഇവന്റെ വീഡിയോയിൽ കുറെ എഡിറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് എഡിറ്റിംഗ് ആണ്, തന്നെ ഫ്ലാഷ് പോലെ എഡിറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ഇവൻ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്, എനിക്ക് ഉറപ്പാണ്. അതാണ് ആദ്യം മുതൽ അവന് ഓരോ കാര്യം പറയുമ്പോഴും അവനറിയാം, അവന് കേൾക്കാൻ പോകുന്ന ഓഡിയൻസിന് വലിയ വിവരം ബോധമൊന്നുമില്ല. അവർക്ക് വർഗീയത കിട്ടിയാൽ മതി, അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള നുണയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പച്ചക്ക് നുണ പറഞ്ഞ് ഹിന്ദു എന്ന വേർഡ് വരെ ഖുർആനിൽ ഹിന്ദു മുസ്ലിം ബൈനറിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വരെ പറയണമെങ്കിൽ ഇവന്റെയൊക്കെ തലക്കകത്തുള്ള വിഷം എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം ഉണ്ട്. ഇവനാണ് ഏറ്റവും അവസാനം, ഇങ്ങനെയുള്ളവനാണ് അവസാനം ഖുർആൻ കത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീവ്രവാദിയായിട്ട് മാറിയിട്ടുള്ളത്. ഇത് പൊതുവായ സ്വഭാവമാണ്. കാരണം വലതുപക്ഷ ഈ പറയുന്ന യുക്തിവാദികൾ അല്ലെങ്കിൽ മതനിഷേധികൾ, ഇപ്പൊ റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ, അവർക്ക് ജീവിക്കാൻ എന്തില്ല, ഇത് നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമാണ്. അവർക്ക് ഫലസ്തീനികൾക്ക് ജീവിക്കാൻ എന്തില്ല, അവകാശമില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് അവർക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് അവരെ തള്ളുന്ന രീതിയിൽ ആ അവസ്ഥയിലേക്ക് തന്നെയാണ് ഇവിടത്തുള്ള യുക്തിവാദികളും പോകുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇവരെ മൂട് താങ്ങുന്ന ആൾക്കാരുടെ ഒക്കെ അവസ്ഥ.